ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇന്ന് ഒരു സ്റ്റിക്കേഴ്സ് ആക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇത് സ്റ്റിക്കേഴ്സ് മേക്കിംഗ് പാർട്ട് 2 ആണ്. അന്ന് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു, അത് നിങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് പാർട്ട് 2 ആക്കാം. അപ്പോൾ ഞാൻ അന്നാക്കിയ സ്റ്റിക്കേഴ്സാണ് ഇതൊക്കെ. ഇതാ കണ്ടോളൂ, ഇതൊക്കെയാണ് ഞാൻ അന്നാക്കിയ സ്റ്റിക്കേഴ്സ്. ഇനി നമ്മൾ ഇന്നാക്കാൻ പോകുന്നത് ഒരു വേറെ സ്റ്റിക്കേഴ്സാണ്. ഇതിന് വേണ്ടുന്നത് പ്രിൻ്റഡ് പിക്ചേഴ്സാണ്. ഞാൻ കുറച്ച് പ്രിൻ്റഡ് എടുത്തായിരുന്നു, പക്ഷെ ഞാൻ പ്രിൻ്റ് എടുത്തിട്ട് കളർ അടിച്ചതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രിൻ്റഡ് പിക്ചർ വേണം, സിസേഴ്സ് വേണം, ക്ലിയർ ടേപ്പും വേണം, പിന്നെ ഡബിൾ സൈഡ് ടേപ്പും വേണം. ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പം നമുക്ക് ആക്കാം. ഇതും ഡബിൾ സൈഡഡ് ആണ് കേട്ടോ. പിന്നെ ഈ കേസിനെ കുറിച്ചാണെങ്കിൽ ഞാൻ ഈ കേസ് എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ പോയി നോക്കിയാൽ മതി, ഞാൻ ഇതാക്കിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് നമ്മുടെ പാർട്ട് 2 തുടങ്ങാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് കുറച്ച് പിക്ചേഴ്സ് ഇഷ്ടമുള്ള പിക്ചേഴ്സ് കട്ട് ചെയ്തെടുക്കാം. ഫസ്റ്റ് ഞാൻ ഇതാണ് കേട്ടോ എടുക്കുന്നത്. ഓക്കെ, കട്ട് ചെയ്യണം. കട്ട് ചെയ്യുന്നതാണ് മെയിൻ തിങ്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് എടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല രസമില്ലേ? നമ്മൾ ഇങ്ങനെ അതിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ കുറച്ച് സ്ഥലം വിട്ടിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം. നേരം കുറച്ച് സ്റ്റിക്കേഴ്സിൻ്റെ ഒരു തീര് കിട്ടും. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് ഓക്കെ. ഇനി നിങ്ങൾ എൻ്റെ വീഡിയോയിൽ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും അടിക്കാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് മുറിക്കാം. ഓക്കെ, പറഞ്ഞ തീരുന്ന കാരണം ഞാൻ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ്, നല്ല രസമുണ്ട്. ഇനിയാണ് നമ്മുടെ മെയിൻ തിങ്. ഇനി നമ്മളുടെ ക്ലിയർ ടേപ്പ് എടുക്കണം. എന്നിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. ഓക്കെ, ഞാൻ ക്ലിയർ ടേപ്പ് എവിടെയാണെന്ന് പരതുവാണ് കേട്ടോ ഗൈസ്. ഞാനിത് ക്ലിയർ ടേപ്പ് എടുത്ത് ഒട്ടിച്ചിട്ട് കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, ഫൈനലി എനിക്ക് കിട്ടി. ഓക്കെ, നമുക്കിത് നമ്മുടെ ഈ പിക്ചറിനനുസരിച്ച് മുറിച്ചെടുക്കണം. ഞാൻ മുറിക്കുവാണ് കേട്ടോ ഗൈസ്. ഓക്കെ, ഇനി നമ്മൾ അതിൻ്റെ മേലെ സൂക്ഷിച്ച് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കണം. ഇതതിൻ്റെ എയറൊക്കെ ഒന്ന് കളഞ്ഞാൽ നല്ല ഇത് ഉണ്ടാവും. ഞാൻ കളയാണ് കേട്ടോ എയർ. ഓക്കെ, സെറ്റായി. ഇനി അത് എടുക്കുമ്പോൾ ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇങ്ങനെ കിട്ടും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ ടേപ്പ് ഒട്ടിച്ചതിൻ്റെ സൈഡ് എന്താ പറയുക, പിക്ചറിൻ്റെ സൈഡിലോട്ട് ഒട്ടിക്കും. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. എന്താ പറയുക, ടേപ്പ് കുറച്ച് വേണമെന്നില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് ആക്കാം. ഓക്കെ, ഞാൻ ടേപ്പ് എടുക്കുന്നില്ല. ആ ടേപ്പ് ഇത് എന്താ പറയുക, പിക്ചറിൻ്റെ മേലെ മാത്രമേ ആക്കിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ മുറിക്കട്ടെ കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ബ്രേസ്ലെറ്റ് ഇഷ്ടമായോ? എൻ്റെ ബ്രേസ്ലെറ്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും എങ്ങനെ ആക്കണ്ടേന്ന്. അതിൻ്റെ സാധനങ്ങളൊക്കെ നമുക്ക് ബീഡ്സൊക്കെ ഉണ്ട്. അപ്പോൾ അത് എങ്ങനെ ആക്കണ്ടേന്നൊക്കെ ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ സ്റ്റിക്കർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ഇതെടുക്കാം. ഡബിൾ സൈഡഡ് ആണ് കേട്ടോ. ഇത് മുറിച്ചെടുക്കണം. മുറിച്ച് അതിൻ്റെ സൈസ് കണക്കാക്കിയിട്ട് മുറിച്ചാലും മതി. ഞാൻ ഒരു കുഞ്ഞി പീസാണ് മുറിച്ചെടുത്തത്. ഈ സൈഡാണ് നമ്മുടെ പീൽ ഓഫ് ചെയ്യേണ്ടത്. ഈ സൈഡ് നമ്മളിവിടെ ഒട്ടിച്ചു കൊടുക്കണം. ഇനി നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം.
നമ്മുടെ സ്റ്റിക്കർ റെഡി. ഇതുപോലത്തെ കുറേ സ്റ്റിക്കേഴ്സ് നമുക്ക് ആക്കാം. കണ്ടിന്യൂ വാച്ചിങ്. ഗോ. ഓക്കെ, ഞാൻ ഇതാണ് കേട്ടോ എടുക്കാൻ പോകുന്നത്. കുറച്ച് പണിയാണെങ്കിലും ഇത് നല്ല രസമാണ് കേട്ടോ. ഇങ്ങനത്തെ സ്റ്റിക്കേഴ്സൊക്കെ ഹോം മെയ്ഡായി ആക്കാൻ പൈസ വെറുതെ കളയണ്ടല്ലോ. ഓക്കെ, ഞാൻ മുറിച്ചെടുക്കട്ടെ കേട്ടോ ഗൈസ്. ഞാനിത് ചെയ്യുന്ന പോലെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഇത് നോക്കൂ ഗൈസ്, ഞാൻ ചെയ്യാം കേട്ടോ. ഞാൻ അതിൻ്റെ മേലെ ജസ്റ്റ് വെച്ചെടുത്തതാണ്. അപ്പോൾ സ്റ്റിക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് മുറിച്ചെടുക്കാം. ഡബിൾ സൈഡ് ടേപ്പ് ഞാൻ ഇങ്ങനെ ഒരു സൈഡായിട്ടാണ് കേട്ടോ മുറിക്കുന്നത്. ഇങ്ങനെ കുറച്ച് ഇത് കിട്ടും. ഓക്കെ, നമുക്കിവിടെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് പിക്ചർ റെഡിയായി. നല്ല രസമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം ഗൈസ്. നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണെന്ന് വെച്ചാൽ അത് ഞാൻ ഇനി ആക്കാം. അപ്പോൾ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. ഫസ്റ്റ് വൺ ഈസ് പോപ്കോൺ, സെക്കൻഡ് വൺ ഈസ് ഹാർട്ട് ഏഞ്ചൽ അങ്ങനെയൊക്കെ പറയാം കേട്ടോ. പിന്നെ ഇത് തേർഡ് വൺ മൂൺ, ഇത് ബോ പ്ലാന്റ്, അനദർ പ്ലാന്റ് കേക്ക്. ആൻഡ് ഇതിന് വേറെ എന്താണെന്ന് നിങ്ങളെ ഇഷ്ടത്തിന് കേട്ടോ. പക്ഷേ ഒരാളിട്ടത് മറ്റയാൾ അതന്നെ പേരിടണം, അയാളെ മാറിപ്പോവും. പിന്നെ ഇത് ഒരു ഹോട്ട് ചോക്ലേറ്റ് കേട്ടോ. ഇത് ഹലോ കിറ്റിയാണ് കേട്ടോ. അല്ല ഹലോ കിറ്റി അല്ല, എന്നാൽ ഇതൊരു കപ്പ് കേക്ക്, റെയിൻബോ സ്റ്റാർ, ഹാർട്ട്സ്, പിന്നെ ഒരു ഫ്ലവർ. ഇതൊരു ടൂലിപ്പ് ഫ്ലവറാണ് കേട്ടോ. പിന്നെ ഒരു കോഫി, പിന്നെ ഒരു ഹാർട്ട് രണ്ടെണ്ണം ഉണ്ടോ? ഇല്ല. ഇത് ട്രിപ്പിൾ ഹാർട്ട് കേട്ടോ. ഇത് ഹാർട്ട്, പിന്നെ ഇത് ഡോഗ്. അപ്പോൾ ഗൈസ് കമൻറ്റ് യുവർ ഫേവറേറ്റ്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.